ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാരഗൺ സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതായത് 100% അതുപോലെയല്ല, എന്നാലും ഒരു 70-80% ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ടിൻ ട്യൂണയിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചട്ടി എടുക്കുക. ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 30-40ഓളം ചുവന്നുള്ളി അതുപോലെ ചേർത്ത് കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചുവന്നുള്ളി, പക്ഷെ ഞാനൊരു രുചിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. അതിനുശേഷം നമുക്ക് 6-7 വെളുത്തുള്ളിയും ഒരു തക്കാളി അതിൽ കുരെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്തതും പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊക്കെ നമുക്ക് ആ മീൻകറിയിൽ ഇങ്ങനെ വെറുതെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മുളക് പൊടി ഒരുപാട് ചേർക്കരുത്. 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ നിറച്ചും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കില്ല. അതുപോലെ മുളക് പൊടി കുറച്ച് ചേർക്കും. മഞ്ഞൾപ്പൊടി സാധാരണയിലും കുറച്ച് കൂടുതൽ ചേർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മാങ്ങ തൊലിയോടുകൂടി നീളത്തിലുള്ള, അതായത് അവിയലിനരിയണ പോലെ അരിഞ്ഞെടുത്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം, പക്ഷേ പുളി നോക്കി ചേർക്കണം. ഇപ്പം ഞാൻ ചേർത്തത് അധികം പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ 1 മാങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 2ാം പാലാണ്. തെമ്പാൽ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 1ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ തീയിൽ വേവണം. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ട്യൂണയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മീൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി വെന്തതാണ്, ടിന്നിൽ വരുന്ന ട്യൂണയാണ്. അപ്പോൾ ഞാനിത് ഒരു ടിന്നിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നവരോ, കാരണം നല്ല ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഈ പൊടിച്ച മീനായതുകൊണ്ട് തന്നെ കറിയിൽ ഇങ്ങനെ ഫ്ലേവറും എല്ലാതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ടിൻ നിറയെ വേണ്ട, അതിൻ്റെ പകുതി മതി. എന്നിട്ട് അത് നമുക്ക് ചേർത്തിട്ട് ഇനി വറ്റിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് സാധാരണ നിങ്ങൾ ഏത് മീനാണോ ചേർക്കണേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദശക്കട്ടിയുള്ള മീനും ചെമ്മീനാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തെമ്പാൽ ചേർത്ത് കൊടുക്കുക. തെമ്പാൽ ചേർത്തിട്ട് തിള വന്ന ഉടനെ നമ്മൾ ഓഫ് ചെയ്യണം. തിളച്ച് മറിയരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ രുചി പോവും. കാരണം ഈ മീൻ കറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാനപ്പോൾ ഉപ്പ് ചേർത്തു. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ താളിപ്പുണ്ട്. അത് ഞാൻ ആ കറിയുടെ മുകളിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ സങ്കല്പിച്ചതാണ്, ഇതായിരിക്കാം അതിൻ്റെ താളിപ്പെന്ന്. അങ്ങനെ ഞാൻ ചേർത്തതാണ്. അതായത് തക്കാളി, ഒരു പകുതി തക്കാളിയും 5 വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് നമ്മളത് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ചേർക്കുക. ഇതാ ഒരു കറി കൊണ്ടുവച്ചപ്പോൾ അതിലുണ്ടായിരുന്നു ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്തില്ല. അതുപോലെ ചുവന്നുള്ളി ഒന്നും അങ്ങനെ കടിക്കാൻ കിട്ടിയില്ല. പക്ഷേ നമുക്കൊരു ചുവന്നുള്ളി കടിക്കുമ്പോൾ നല്ല രുചിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുവന്നുള്ളി ചേർത്തു. ഇത് എക്സാക്റ്റ് റെസിപ്പി അല്ലെങ്കിലും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.